ജനക്ഷേമവും സാമ്പത്തിക വളർച്ചയും മറന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും അവശത അനുഭവിക്കുന്നവർക്കും അവഗണന. ക്ഷേമ പെൻഷൻ വർധനവടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. അതേസമയം ഗുഡ് ബൈ ബജറ്റ് എന്ന് പരിഹസിച്ച് പ്രതിപക്ഷം. നവകേരളത്തിന് പ്രതീക്ഷ പകരുന്ന ബജറ്റെന്ന് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. 2.5 മണിക്കൂർ നീണ്ടുനിന്ന ബഡ്ജറ്റ് പ്രസംഗം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ്. പതിവില്ലാത്ത രീതിയിൽ പരത്തിപ്പറഞ്ഞിട്ടും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ ധനമന്ത്രി KN ബാലഗോപാലിന് കഴിഞ്ഞില്ല. അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ 6.1 പ്രതിവർഷം 5 രൂപ എന്നത് 7.5 രൂപ, ഏറ്റവും ഉയർന്ന സ്ലാബ് നിരക്കായ 6.1 പ്രതിവർഷം 30 രൂപ എന്നുള്ളത് 45 രൂപയാവും. സർ, പഞ്ചായത്ത് പ്രദേശത്ത് 8.16 വരെ 20 സെൻറ്റ് വരെ 6.1 പ്രതിവർഷം 5 രൂപ, 6.1 പ്രതിവർഷം 7 രൂപ 50 പൈസയാവും. 8.6 മുകളിൽ 6.1 പ്രതിവർഷം 8 രൂപ, അത് 6.1 പ്രതിവർഷം 12 രൂപയാവും. സർ, മുനിസിപ്പൽ കൗൺസിൽ പ്രദേശം 2.46 വരെ 6.1 പ്രതിവർഷം 10 രൂപയായിരുന്നു, അത് 6.1 15 രൂപയാവും. 2.6 മുകളിൽ 6.1 പ്രതിവർഷം 15 രൂപയായിരുന്നു, 6.1 22.5 രൂപയാവും. മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് 1.626 വരെ 6.1 പ്രതിവർഷം 20 രൂപ, പുതുക്കിയത് 6.1 പ്രതിവർഷം 30 രൂപ. 1.626 മുകളിൽ 6.1 പ്രതിവർഷം 30 രൂപയായിരുന്നത് 6.1 പ്രതിവർഷം 45 രൂപയാവും. ഇതിലൂടെ ഏകദേശം 100 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചവർക്ക് ക്ഷേമ പെൻഷനിൽ പോലും വർധനവില്ലെന്നത് ആഘാതമായി. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന പതിവ് പല്ലവി മാത്രം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമാശ്വാസം 2025 ഏപ്രിൽ മാസം നൽകും. സർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച UPS യൂണിഫൈഡ് പെൻഷൻ സ്കീം, ഇതര സംസ്ഥാനങ്ങളിലെ സമാനമായ പെൻഷൻ പദ്ധതികൾ എന്നിവയോടുകൂടി പരിശോധിച്ച് അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കും. അമിത നികുതി ഭാരവും ജനങ്ങളുടെ മുകളിൽ തള്ളി ഭൂനികുതിയിലും കോടതി ഫീസ് ഇനത്തിലും മറ്റു നിരക്കുകളിലും വർധനവ്. ഈ വസ്തുക്കൾ കണക്കിലെടുത്ത് പ്രസ്തുത കമ്മിറ്റിയുടെ ശുപാർശയ്ക്കനുസൃതമായി കോടതി ഫീസുകളിൽ ചുവട് പറയുന്ന പ്രകാരം പരിഷ്കാരങ്ങൾ എടുത്തതിലേക്ക് 1959 കേരള കോടതി ഫീസും വ്യവഹാര സലയും ആക്ടിൽ ഭേദഗതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. കിഫ്ബിയിൽ അധിക ധനസമാഹരണം എന്ന നിലപാട് പരോക്ഷമായി പറഞ്ഞ് ടോൾ സാധ്യതകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ധനമന്ത്രി മറന്നില്ല. 2024 ഡിസംബർ 31 വരെ 87,436.87 കോടി രൂപയുടെ 1147 പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി. ഇതിൽ 20,000 കോടി രൂപ വൻകിട വികസന പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലിന് മാറ്റിവെച്ചതാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016-17 മുതൽ 2021 വരെ കിഫ്ബി പദ്ധതികൾക്കായി 5 വർഷം കൊണ്ട് 10,500 കോടി രൂപ ചിലവഴിച്ചു. ജനം, തിരുവനന്തപുരം.